ഹലോ ഗേയ്സ്, നമ്മുടെ പാടം കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള പാടമാണ് വാണിയമ്പാടം. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാടത്ത് ഇങ്ങനെ മഴ പെയ്തോട് കൂടിയിട്ട് കുറേ നല്ല തളിർത്ത് പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീര, ഒരു കട ചീര നമ്മുടെ വീട്ടിലുണ്ട്. അത് നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാടത്തു നിന്നുള്ള ടെറസിൻ്റെ മുകളിൽ നിന്ന് നിൽക്കുന്ന ഒരു വ്യൂ ആണ് കാണുന്നത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. കുറച്ചും കൂടി കഴിഞ്ഞ് കുറച്ച് നല്ല പച്ചപ്പായിട്ട് നല്ല രസമായിരിക്കും. പച്ച പൊതിച്ച് കിടക്കുന്ന പോലെയുള്ളൊരു ഇതാണ് കേട്ടോ ഈ പാടത്ത് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇന്നൊരു തോരൻ്റെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചീരത്തോരനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചീരത്തോരൻ ചീരയൊക്കെ കുറച്ച് കിട്ടി കഴിഞ്ഞാൽ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് തോരൻ വയ്ക്കും. നാളികേരം ചൊരുക്കിയിട്ടിട്ട് പൊതുവെ വെക്കാറ് കേട്ടോ. പിന്നെ മുട്ട പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവോളയൊക്കെ ചെറുതാക്കി കണ്ണിന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് വാടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ടാണ് തോരൻ വയ്ക്കാറ്. അപ്പോൾ ചീരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കുക. പച്ചച്ചീരയൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചീരയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റായിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയേക്കാളും ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ടൊക്കെ വീട്ടിൽ നട്ടു വളർത്തി ഉണ്ടാക്കുന്ന ചീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾക്കതിലേക്ക് എരിവിനായിട്ട് കുത്തുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുത്തുമുളക് കുറച്ച് എരിവിനുള്ളത് അപ്പോൾ അവരുടെ വീട്ടിലുള്ള മുളകിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ചേർക്കുന്നില്ല. ഇതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് നമുക്കിതിൻ്റെ തണ്ടുകളൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ വേവിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ തണ്ട് വേറെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടൊന്ന് ചെറുതായിട്ടിങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ തണ്ട് ഇലയും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് വാട്ടിയെടുക്കുമ്പോൾ ഇല പെട്ടെന്ന് വെന്ത് കിട്ടും. തണ്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ മുറുകണ പോലെയുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിനാൽ തണ്ട് വേറെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ വേറെ ഇട്ട് വേവിക്കുക, അല്ലെങ്കിൽ ഇതിലിട്ടിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഇല നുറുക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് വാട്ടിയെടുത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു ചെടി ചീരയിൽ ഇങ്ങനെ 3-4 കട ചീര തേങ്ങൾ നല്ല പ്രാവശ്യം ഈ പച്ച ചീര ഉണ്ടാവാറുണ്ട് കേട്ടോ. തന്നെ ഉണ്ടായി വരും. അതിൻ്റെ വിത്തൊക്കെ ഞാൻ പാവിയിട്ട് വീണ്ടും മുളപ്പിച്ചിട്ട് ആ തൈകളിൽ വീണ്ടും ഉഷാറാക്കിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് മുറിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ തണ്ടൊക്കെ നന്നായിട്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ മുറിക്കാതെ കുറേ ഇങ്ങനെ നിൽക്കുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴു വരും. പുഴുക്കേട് വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ആ കതിര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചീരയുടെ ആ ഒരു മൂപ്പായി മാറും. അപ്പോൾ അത് കാത്തു നിൽക്കാതെ കതിര് വരുന്നേക്കാളും മുമ്പ് തന്നെ കതിരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ ഇലകളൊക്കെ നന്നായിട്ട് ആയി വരും. അപ്പോൾ നല്ലോണം ചീര നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ നന്നായി പരിപ്പിലിട്ട് വയ്ക്കാനൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ ചീരയുടെ തണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്തെന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ഇല നുറുക്കിയത് ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊന്ന് ഇലയും കൂടി ഇട്ട് കൊടുത്തെന്ന് നന്നായി വഴച്ചെടുത്താൽ മതി. പിന്നെ ആ വഴറ്റിയെടുത്തൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നാളികേരം ചെരുകിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ പച്ചനാളികേരം നമ്മൾ ചെരുകി എടുത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ചീരയുടെ ഇല വരുന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണോണ്ട് തന്നെ നമ്മുടെ ചീരത്തോരൻ നല്ല പച്ച ലാസ്റ്റ് നമ്മൾ നാളികേരം ചേർക്കുമ്പോൾ ആ നാളികേരത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അതൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അത് അതിൽ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചീര തോരൻ കേട്ടോ. അപ്പോൾ നാളികേരം ചെരുകാതെ ഇട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇലയ്ക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെയുള്ളൊരു ഇത് വരും. അപ്പോൾ ആ ഒരു ഇത് ഒലർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം നമ്മൾ ചെരുകി കൊടുക്കുന്നത്. നാളികേരത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്താൽ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കുത്തി പൊരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും, ഇടയ്ക്ക് മുട്ട കുത്തി പൊരിച്ച് ചെയ്യും. ഇപ്പോൾ ചീരയുടെ ഇലയൊക്കെ നമ്മൾ വീട്ടിൽ നിത്യം ഉപയോഗിക്കുമ്പോൾ നല്ല എന്താണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ നട്ട് വളർത്തുക. ചീര തെയ്യൊക്കെ പാവിയാലും ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചീരനെ ആദ്യം പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ന് വെച്ചാൽ മുട്ട കഴിക്കുന്നതിനൊക്കെ തുല്യമായിട്ടുള്ള നല്ല വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചീരയുടെ ഇലയിൽ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചീരത്തണ്ടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതിലേക്ക് എന്താ പറയുക, അങ്ങനെ കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തെളിച്ചിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്ന ചീര ആണെങ്കിൽ യാതൊരു കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ അങ്ങനെയുള്ള നല്ല ചീര നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ നാളികേരം ചെരുകിയിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടൊന്ന് ഒരു ചൂട് കൊള്ളിക്കണം അതിൽ നിന്ന്. ആ നാളികേരം ഒന്ന് ആ പച്ചമണം വിട്ടുമാറുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ്
നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതും ചെയ്യാം. പിന്നെ ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ ചീരയുടെ വിശേഷങ്ങളൊക്കെ. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണുന്നവരെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ഓൾ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ തോരൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോസിലൊക്കെ തോരൻ റെസിപ്പികൾ ഇഷ്ടംപോലെയുണ്ട്. പലതരം തോരൻ, പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പച്ചക്കറികൾ, വെജിറ്റബിളാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. നോണും കഴിക്കണം, പക്ഷേ വല്ലപ്പോഴും മെഴുക്കൊക്കെ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ടാകുന്ന ഓരോ ദോഷങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ തോതിലുള്ള ഇത്തരത്തിലുള്ളതൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിക്കാൻ നോക്കാം. അപ്പോൾ അതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ. ടാറ്റാ.